2025 ഒന്നാം പാദത്തിന്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ G7, G20, ബ്രിക്സ് രാജ്യങ്ങളെ മറികടന്നിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഏറ്റവും വലിയ വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മാറിയിരിക്കുന്നു. ലോകത്തെ മറികടന്നുള്ള ഒരു വലിയ വളർച്ചയാണ്. അന്താരാഷ്ട്ര നാണയനിധിയുടെയും IMFിൻ്റെയും പുതിയ ഡാറ്റ പ്രകാരം 105% വളർച്ചയാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യക്കുണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി ഇന്ത്യയുടെ GDP $4.3 ട്രില്യൺ മാറിയിരിക്കുന്നു. 2015 നരേന്ദ്രമോദി അധികാരത്തിലേറി ഒരു വർഷം പിന്നിടുമ്പോൾ ഇന്ത്യയുടെ GDP $2.1 ട്രില്യൺ ആയിരുന്നെങ്കിൽ ഇപ്പോഴത് $4.3 ട്രില്യൺ ഉയർന്നിരിക്കുന്നു. ഈ വർഷം രണ്ടാം പാദത്തിൻ്റെ അവസാനത്തോടു കൂടി അത് ജപ്പാനെ മറികടക്കും. ജപ്പാനാണ് ഇപ്പോൾ 4ാം സ്ഥാനത്തുള്ള സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യം. അവരുടെ GDP $4.4 ട്രില്യൺ അതിനെ മറികടക്കാൻ 0.1% കൂടി മാത്രം മതി ഇന്ത്യക്ക്. അതുകൊണ്ട് മറികടന്നു കഴിഞ്ഞാൽ 4ാം സ്ഥാനത്തേക്ക് എത്തും. പിന്നീട് മുൻപിലുള്ള ഒരു രാജ്യം ജർമ്മനിയാണ്. $4.9 ട്രില്യൺ ജർമ്മനിയുടെ GDP. അത് 2027 രണ്ടാം പാദത്തോടു കൂടി മറികടക്കും എന്നാണ് IMF അടക്കമുള്ളവ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 105% വളർച്ച രേഖപ്പെടുത്തിയത് ലോകത്ത് ഇന്ത്യ മാത്രമാണ്. ചൈന 76% വളർച്ച കൈവരിച്ചപ്പോൾ അമേരിക്ക 66%, ജർമ്മനി 44%, ഫ്രാൻസ് 38%, UK 28% എന്നിങ്ങനെയാണ് വളർച്ച കൈവരിച്ചത്. ഇപ്പോൾ നിലവിൽ ഏറ്റവും സമ്പദ് വ്യവസ്ഥ ശക്തമായ രാജ്യം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കയാണ്. അവരുടെ GDP $30.3 ട്രില്യൺ തൊട്ടടുത്ത് നിൽക്കുന്നത് ചൈനയാണ്, $19.5 ട്രില്യൺ മൂന്നാമത് നിൽക്കുന്ന ജർമ്മനി $4.9 ട്രില്യൺ, നാലാമത് നിൽക്കുന്ന ജപ്പാനാണ് $4.4 ട്രില്യൺ. അഞ്ചാം സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യ. $4.3 ട്രില്യൺ അത് രണ്ടാം പാദത്തോടു കൂടി ജപ്പാനെ ഇന്ത്യ മറികടക്കും എന്ന് തന്നെയാണ് വിദഗ്ധർ കരുതുന്നത്. ഏതായാലും ഒരു വലിയ നേട്ടം തന്നെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ കൈവരിച്ചത് ഒരു വലിയ നേട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. 2015 കേവലം $2.1 ട്രില്യൺ സാമ്പത്തിക വ്യവസ്ഥയുണ്ടായിരുന്ന ഒരു രാജ്യം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ മാറിയത് $4.3 ട്രില്യൺ നരേന്ദ്രമോദി പറഞ്ഞത് തൻ്റെ ഏറ്റവും വലിയ സ്വപ്നം $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ മാറ്റുക എന്നാണ്. അതായത് ജർമ്മനിയെ കൂടി കടന്നുകൊണ്ട് ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യമായി മാറുക. അതായത് അമേരിക്കയ്ക്കും ചൈനയ്ക്കും തൊട്ട് പിന്നാലെ ലാൻഡ് ചെയ്യുക എന്നതാണ് തൻ്റെ സ്വപ്നമെന്ന് പറയുന്നത്. ഏതായാലും ആ സ്വപ്നത്തിലേക്ക് അടുക്കുവാൻ നമുക്കിനി 0.7% മാത്രമാണ് ദൂരം. പക്ഷേ അതൊരു നിസ്സാര കാര്യവുമല്ല. 2027 രണ്ടാം പാദത്തോടു കൂടി മാത്രമാണ് നാം ജർമ്മനിയെ മറികടക്കാൻ, അതായത് അവരുടെ 4.9 മറികടക്കാൻ കഴിയൂ എന്ന് IMF റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.